ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഉറങ്ങിയ എനിട്ടേക്കാണ് കേട്ടാ. ഇന്നലെ രാത്രി പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടാ കിടന്ന് ഉറങ്ങിയേ. ഇന്നലെ രാത്രി പിന്നെ ഞാൻ പടത്തിന് പോയിക്കായിരുന്നു. മറ്റേ ദുരന്തർ 2 ഇല്ലേ, അത് കാണാൻ പോയിക്കായിരുന്നു. ആക്ച്വലി ആ പടം ഇറങ്ങിയിട്ടേ കുറച്ച് ദിവസമായേ. ഇന്നിപ്പോൾ ഞാൻ ലോസ് ആൻഡോസിൽ ലാസ്റ്റ് ഷോ ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ കാണാൻ പോയി. അതൊക്കെ പോട്ടെ, ഈ ഷിൻചാനും ചോപ്പ് എവിടെയാ? ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ, ഇവിടെ ഒരു ബെഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ബെഡ് എങ്ങനെ ഇവിടേക്ക് വന്നേ? ഗൈസ്, അതെ, എൻ്റെ വീട്ടിലെ ഒരേ ഒരു ബെഡുള്ളൂ. ആ ബെഡ് പിന്നെ ബെഡ്റൂമിലായിരിക്കണേ. ഈ ബെഡ് ഇപ്പോൾ ഇവിടെ നിന്ന് വന്നേ. ഇനിയിപ്പോൾ ചോപ്പ് പുതിയ ബെഡൊക്കെ മേടിച്ച. ചോപ്പിന് ബെഡിൽ കിടക്കണ ശീലല്ലേ? എനിക്ക് തോന്നണതേ ചോപ്പ് പുതിയ ബെഡൊക്കെ മേടിച്ചു എന്നാ. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, ഇതുണ്ടില്ലേ, ഈ ബെഡിൻ്റെ ബാക്കിൽ ഒരു ബട്ടണൊക്കെ ഉണ്ട്. ഈ ബട്ടൺ എന്താണോ സംഭവം? എന്താ ചെയ്യണ്ടേ? ആ ബട്ടണമേ അമർത്തി നോക്കണ. അമർത്തി നോക്കല്ലേ? ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക? നമുക്കൊന്ന് അമർത്തി നോക്കാം. ഗൈസ്, അതെ, ഞാൻ ആ ബട്ടണമേ അമർത്തിയിട്ടാ. അന്നേരം ഇവിടെ എന്താണോ സംഭവിച്ചേ? ഈ ബെഡ് മേലേക്ക് പൊന്തി. ഇത് പിന്നെ ഉണ്ടില്ലേ, ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ട്. ഓ, ഇപ്പം എനിക്ക് മനസ്സിലായിട്ടാ. ഗൈസ്, അതെ, ഈ ഭാഗത്ത് എന്തോ ഒരു സീക്രട്ട് ബേസ് ഉണ്ട്. അത് ഈ ബെഡിൻ്റെ അടിയിലായിരുന്നു. ആ ബട്ടൺ അമർത്തിയപ്പോൾ ഈ ബെഡ് മേലേക്ക് പൊന്തി. അന്നേരം ഇവിടെ ഒരു ഡോർ കണ്ടു. ഇതിൻ്റെ ഇടയിൽ എന്തൊരു സീക്രട്ട് ബേസ് ഉണ്ട്, അത് ഉറപ്പാ. എങ്ങനെ ഇപ്പം അതിൻ്റെ അകത്ത് കയറാ? ആ ഡോർ പിന്നെ ലോക്കാണേ. എനിക്ക് തോന്നണതേ നമുക്ക് വല്ല ടാസ്കൊക്കെ ചെയ്യേണ്ടി വരുന്ന. ഇവിടെ വല്ല പേപ്പറുണ്ടാ? ഇവിടെ എനിക്ക് ഈ പേപ്പറൊന്നും കാണാനില്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പേപ്പറൊക്കെ ഉണ്ടാവും. ആ പേപ്പറിൽ ടാസ്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ടാസ്കൊക്കെ ചെയ്ത ആ ഡോർ അൺലോക്ക് ആവും. ഇതുണ്ടില്ലേ, ഇവിടെ ഒരു പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മേശമേ ഒരു മൊബൈലും വെച്ചിട്ടുണ്ടല്ലോ. ഇതാരുടെ മൊബൈലാ? ഇതെൻ്റെ മൊബൈലല്ല, ഷിൻചാൻ്റെ മൊബൈലും അല്ല. ഷിൻചാൻ്റെ പിന്നെ ഐഫോണാണ്. ഇതൊരു സാധാരണ മൊബൈലാ. എനിക്ക് തോന്നണതേ ആ മൊബൈലിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന. എന്തുട്ടായാലും ആ ടാസ്ക് എന്താന്ന് നോക്കി നോക്കാം. ആ പേപ്പറിൽ പറഞ്ഞ പോലെ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ എന്താ പറഞ്ഞേക്കണ്? പ്ലേ ബാഡ് പിഗീസ് ഗെയിം ഇൻ ദാറ്റ് മൊബൈൽ ആൻഡ് കംപ്ലീറ്റ് 10 ലെവൽസ്. രണ്ടാമത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ശരി, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഗൈസ്, അതെ, ആ മൊബൈലില്ലേ, അതവിടെ വെറുതെ വെച്ചേക്കണതല്ല. നമുക്ക് ആ മൊബൈലിലാണ് ടാസ്ക് ഒക്കെ ചെയ്യണ്ടേ. ആ മൊബൈലിൽ പിന്നെ എന്തോ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തോ ബാഡ് പിഗീസ് ആണ് ആ ഗെയിമിൻ്റെ പേര്. ആ ഗെയിമിലെ 10 ലെവല് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ടാസ്ക്. കണ്ടിട്ട് ഇപ്പോൾ വലിയ ടഫായ ടാസ്ക് പോലെ തോന്നണില്ല. ആ ഗെയിം ടഫാണോ എന്ന് എനിക്കറിയില്ല. എന്തുട്ടായാലും നോക്കി നോക്കാം. നമുക്ക് ആ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പം ഇതാണ് ആ ഗെയിം. ഇതാണ് ബാഡ് പിഗീസ്. ഇതിൽ നമുക്ക് 10 ലെവല് കംപ്ലീറ്റ് ആക്കണം. ഈ ഗെയിം ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട്. മുന്നേ കളിച്ച പോലെ തോന്നുന്നുണ്ട്. എന്നിട്ടായാലും നോക്കി നോക്കാം. ഇതിന്ന് ഒരു 10 ലെവല് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആദ്യത്തെ ലെവല് ലോഡായി. എനിക്ക് പിന്നെ അവിടെ ഫിനിഷ് ലൈനൊക്കെ കാണാണ്ട്. നമുക്കെന്തോ വണ്ടിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നണേ. നമുക്ക് ഒരു വണ്ടി ഉണ്ടാക്കണം. അടിയിൽ 2 വീലൊക്കെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ 3 ബോക്സൊക്കെ വയ്ക്കാം. ഈ പന്നീനെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് ആ വണ്ടി പിടിച്ച് തള്ള. ഇത് നേരെ ഫിനിഷ് ലൈനിലേക്ക് പോകണ്ടേ. ഇവിടെ ഇങ്ങനെ ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ആയി. ആദ്യത്തെ ലെവൽ പിന്നെ ഈസിയാണ്. 3 സ്റ്റാറും കിട്ടി. ഇനിയുള്ള ലെവലൊക്കെ ഭയങ്കര ടഫാവും. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ ലെവൽ ലോഡായി. നേരത്തെ ചെയ്ത പോലെ വീണ്ടും ചെയ്യാം. പക്ഷെ ഒരു ചെറിയ മാറ്റമുണ്ട്. ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അതും ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. ഇതെന്തോ ഫാനാന്ന് തോന്നുന്നുണ്ട്. എന്തുട്ടായാലും നോക്കി നോക്കാം. നമുക്ക് ഈ വണ്ടിയും പിടിച്ച് തള്ളാം. പോട്ടെ പോട്ടെ പോട്ടെ. അതും അങ്ങനെ ഫിനിഷ് ലൈനിൽ പോയി. ഈ ലെവലും ആക്ച്വലി സിമ്പിൾ തന്നെയാ. പക്ഷെ ഒരു സ്റ്റാർ കിട്ടിയുള്ളൂ. അതെന്താണാവോ? ഇവിടെ അങ്ങനെ മൂന്നാമത്തെ ലെവലും സ്റ്റാർട്ട് ചെയ്തു. ഈ ലെവൽ ഇച്ചിരി ടഫാ. നമുക്ക് നേരെ പോയിട്ട് റിവേഴ്സ് എടുക്കണേ. നമുക്കപ്പോൾ വീണ്ടും ഒരു വണ്ടി ഉണ്ടാക്കണം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാ. നേരെ പതുക്കെ പോവാ. എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് പോട്ടെ.
നേരെ ഫിനിഷ് ലൈനിലേക്ക്. ഇതും ആക്ച്വലി അത്ര ടഫൊന്നുമില്ല, പക്ഷെ ഒരു സ്റ്റാർ കിട്ടിയുള്ളൂ. ആദ്യത്തെ ലെവലില നമുക്ക് 3 സ്റ്റാർ കിട്ടിയേ. ഇവിടെ അങ്ങനെ 4ാമത്തെ ലെവൽ ലോഡായി. ഇതിൽ വണ്ടിയൊന്നും വേണ്ടേ? ഇതിൽ വണ്ടി വേണ്ടാന്ന് തോന്നണേ. നമുക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയാൽ മതി. അയ്യേ, 4ാമത്തെ ലെവല് ഭയങ്കര സിമ്പിളാ. ഇപ്രാവശ്യം 2 സ്റ്റാർ കിട്ടി. ഇതിപ്പോ 5ാമത്തെ ലെവലാണ്. ഇത് ടഫാണോ? ഇതും ടഫൊന്നുമല്ല. നമുക്ക് വീണ്ടും ഒരു വണ്ടി ഉണ്ടാക്കാം. ഇപ്രാവശ്യം നമുക്ക് ഒരു ഫാനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഫാനിൻ്റെ പവറിൽ വേണം മുമ്പിലേക്ക് നീങ്ങാനായിട്ട്. ഞാനങ്ങനെ ആ ഫാനൊക്കെ ഓണാക്കി. ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാ. ഇതും സിമ്പിള്. കുറച്ച് ടഫായ ലെവൽ തായോ. ലെവലൊക്കെ സിമ്പിളാണ്, പക്ഷേ 2 സ്റ്റാർ കിട്ടണല്ലോ. അതെന്താണാവോ? ഇവിടെ അങ്ങനെ 6ാമത്തെ ലെവലും ലോഡായി. ഞാൻ ദേ വണ്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ആ സെയിം വണ്ടി തന്നെ. ഇനി ഫാൻ ഓണാക്കുക, നേരെ മുമ്പിലേക്ക് പോവാ. ഇതും ആക്ച്വലി ഒരു സിമ്പിൾ ലെവൽ തന്നെയാ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ലെവലും അങ്ങനെ കംപ്ലീറ്റ് ആയി. എത്ര സ്റ്റാറാ? 1 സ്റ്റാർ. നമുക്ക് 3 സ്റ്റാർ കിട്ടണില്ല ഏട്ടാ. ഇതിപ്പോൾ എത്രാമത്തെയാ? 7ാമത്തെ ലെവലാ. ഈ ലെവൽ ഇച്ചിരി ടഫാന്ന് തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം 2 ഫാനുണ്ട്. 2 സൈഡിലും നമുക്ക് ഫാനൊക്കെ വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലേക്ക് നീങ്ങാം. നമുക്ക് നേരെ പോയിട്ട് റിവേഴ്സ് എടുക്കണേ, അതേപോലെ ചെയ്യണ്ടേ. നമുക്കപ്പോൾ നേരെ പോവാം. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ? നമ്മുടെ വണ്ടി പൊട്ടിത്തെറിച്ചൂലോ. പക്ഷേ സീനില്ല, നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്തേ. ഇപ്രാവശ്യം 2 സ്റ്റാർ കിട്ടി. ഓക്കെ, നോട്ട് ബാഡ്. ഇവിടെ അങ്ങനെ 8ാമത്തെ ലെവല് ലോഡായി. 8ാമത്തെ ലെവല് ഇച്ചിരി സീനാണ് കേട്ടാ. ഒരു സിക്സാഗ് വഴിയാണ്. ഈ വണ്ടി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ? ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കണ്ടേ? ഇതേപോലെയാണോ ഉണ്ടാക്കണ്ടേ? ഇതേപോലെന്ന് തോന്നുന്നുണ്ട്. നമുക്കിനി മുമ്പിലേക്ക് നീങ്ങാം. അതെ, ഇതേപോലെ നമുക്ക് വണ്ടി ഉണ്ടാക്കണ്ടേ? 4 സൈഡിലും വീലാണ്. ഭാഗ്യമുണ്ട് കേട്ടാ. ആ ബോംബുമ കൊണ്ടില്ല. ബോംബുമ കൊണ്ടാ പൊട്ടിത്തെറിച്ചാനെ. ഇപ്രാവശ്യം നമുക്ക് 2 സ്റ്റാർ കിട്ടി. ഇവിടെ അങ്ങനെ 9ാമത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇപ്രാവശ്യേ ഫാനിൻ്റെ പകരം മറ്റേ കൊക്കക്കോളയുടെ കുപ്പിയെ തന്നേക്കണ്. ഈ കൊക്കക്കോളയുടെ കുപ്പി എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. എന്തുട്ടായാലും നോക്കി നോക്കാം. ഇപ്പം എനിക്ക് മനസ്സിലായി. ആ കുപ്പി തുറന്നപ്പോളേ ആ ഫോഴ്സിൽ നമ്മൾ മുമ്പിലേക്ക് നീങ്ങി. ഈ ലെവൽ അങ്ങനെ കംപ്ലീറ്റ് ആയി. പക്ഷേ 1 സ്റ്റാറിന് കിട്ടിയുള്ളൂ. ഇതപ്പോൾ ലാസ്റ്റ് ലെവലാ, 10ാമത്തെ ലെവലാ. ഈ ഗെയിമിൽ ഇഷ്ടം പോലെ ലെവലുണ്ട്, പക്ഷേ ആ ടാസ്കിലെ 10 ലെവൽ മാത്രമേ ചെയ്യാൻ പറഞ്ഞുള്ളൂ. ഇപ്രാവശ്യം പിന്നെ കൊക്കക്കോളയുടെ കൂടെ സ്പ്രൈറ്റിൻ്റെ കുപ്പിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാ കുപ്പിയും ഈ വണ്ടിമേ വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലേക്ക് നീങ്ങാം. എല്ലാ കുപ്പിയും കൂടിയും നമുക്ക് തുറക്കാം. ഈ ലെവലും ആക്ച്വലി ഭയങ്കര സിമ്പിളാ. നമ്മളിത് ഫിനിഷ് ലൈനിലെത്തി. 10ാമത്തെ ലെവലും നമ്മൾ കംപ്ലീറ്റ് ആക്കി. 2 സ്റ്റാർ കിട്ടി. ഓക്കെ ഗേയ്സ്, നമ്മളങ്ങനെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടാ. നമ്മളോട് ബാഡ് പിഗീസ് ഗെയിം കളിക്കാൻ പറഞ്ഞു. അതിൽ 10 ലെവല് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അല്ല, ഇതെന്തത്? ഈ ഡോർ ഇപ്പോഴും അൺലോക്ക് ആയില്ല. ഒരു മിനിറ്റ്, അതെ, നമ്മൾ ഒരു ടാസ്ക് മാത്രമേ കംപ്ലീറ്റ് ആക്കിയുള്ളൂ. ആ പേപ്പറിൽ 2 ടാസ്ക് പറഞ്ഞിട്ടുണ്ടേ. 2ാമത്തെ ടാസ്ക് പിന്നെ ഭയങ്കര സിമ്പിളാ. അത് പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാ. നമുക്കത് ഇപ്പം തന്നെ ചെയ്യാം. ഗൈസ്, അതെ, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഗൈസ്, അതെ, ഇവിടെ 2ാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. ഇത് പിന്നിടില്ലേ, ആ ഡോറ് അൺലോക്ക് ആയിട്ടാ. എന്തൊരു പോർട്ടൽ പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ അകത്ത് കയറാം. ഒന്ന് നോക്കണ്ട. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ആ സീക്രട്ട് ബേസിൽ കയറിയേക്കാ. ഇത് പിന്നെ സീക്രട്ട് ബേസ് അല്ല, ഇതൊരു സീക്രട്ട് ഗാരേജ് ആണ്. ഗൈസ്, ഇതുണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ സൂപ്പർ കാർ ഉണ്ട്. അത് ആക്ച്വലി സാധാരണ സൂപ്പർ കാർ അല്ല, അത് ഗോൾഡൻ സൂപ്പർ കാറാണ്. പക്ഷെ എൻ്റെ പൊന്ന്, ഇതൊക്കെ ഒറിജിനൽ ഗോൾഡാണ്. ഇവിടെ പിന്നെ BMW i8 ഉണ്ട്,
നിസാൻ GTR ഉണ്ട്, മറ്റേ സ്കൈലൈൻ ഇല്ലേ, പിന്നെ ഷെവർലെറ്റ് കോർവെട്ടും. 3 കാറുണ്ട് ഇവിടെ. ഇതിലിപ്പോൾ ഏത് കാർ എടുക്കുക? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാണുന്ന സ്കൈലൈൻ GTR എടുക്കാം. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. നമുക്ക് ഈ കാറ് പുറത്തേക്ക് ഇറക്കാം. ഓക്കെ, നമ്മൾ ഈ കാറ് പുറത്തേക്ക് ഇറക്കി. നമ്മൾ ആരുടെ വീട്ടിൽ നിന്നാണോ പുറത്തേക്ക് ഇറങ്ങിയേ? എന്തിലാവട്ടെ, നമുക്ക് ഏതായാലും ഈ കാറൊന്ന് ഓടിച്ചു നോക്കാം. ഇത് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കാറാണ്. ഇത് പിന്നെ നൈസ് കാറാ. ഈ കാറ് അത്യാവശ്യം സ്പീഡിലൊക്കെ പോവേ. എന്നിട്ടായാലും സംഭവം കൊള്ളാം. ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.